ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈബ്രന്റ് ലൈഫ്. അടുത്തതായിട്ട് നമ്മൾ അബുദാബിയിൽ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയ ഖാസർ അൽ വത്തൻ പാലസ് ഓഫ് ദി നേഷനിലേക്കാണ്. ചരിത്രവും കലയും അറബ് സംസ്കാരത്തിന്റെ മഹത്വവും ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് ഇത്. ഖാസർ അൽ വത്തൻ അബുദാബിയിലെ പ്രസിഡൻഷ്യൽ പാലസ് കോംപ്ലക്സിനുള്ളിലാണുള്ളത്. എമിറേറ്റ്സ് പാലസിന്റെ അടുത്ത്. ദുബായിൽ നിന്ന് വരുന്നവർക്ക് ഏകദേശം 1.5 തൊട്ട് 2 hours വരെ ഡ്രൈവ് ഉണ്ടായിരിക്കും. ഇനി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവർക്ക് അബുദാബി സിറ്റി ബസ് എടുത്ത് കോർണിഷ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. അവിടുന്ന് ടാക്സിയിൽ കയറിയാൽ അടുത്ത് തന്നെ എത്തും. ഇതിനകത്ത് പാർക്കിംഗ് സൗകര്യവും നന്നായിട്ടുണ്ട്. ഇവിടേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഡൽട്ട്സിന് സാധാരണയായിട്ട് 65 AED ആണുള്ളത്. അതുമാതിരി ചിൽഡ്രൻ 4 years to 17 years വരെയുള്ളവർക്ക് 30 AED ആണുള്ളത്. 4 years താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ ഗൈഡഡ് ടൂർ വേണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ്സ് ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ക്യൂ നിൽക്കേണ്ട, ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇവരുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലൂക്ക് ആപ്പിൽ കൂടിയും ബുക്ക് ചെയ്യാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ വിസിറ്റർ സെൻറ്ററിൽ ചെക്ക് ഇൻ ചെയ്യണം. സെക്യൂരിറ്റി സ്ക്രീനിങ് ഉണ്ട് അവിടെ, എയർപോർട്ടിലുള്ളത് പോലെ തന്നെ, പക്ഷേ വളരെ സ്മൂത്തായി അത് കഴിയും. അതിനുശേഷം പാലസിലേക്ക് പോകാനായിട്ട് വലിയ റോയൽ സ്റ്റൈൽ ഷട്ടിൽ ബസ്സസ് ഉണ്ട്. അതിൽ കയറി നമുക്ക് പാലസിൻ്റെ അകത്തേക്ക് പോകുന്നതാണ്. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ അലൗഡ് ആണ്. ചില ഇടങ്ങളിൽ മാത്രം റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ ആദ്യമായി കാണുന്നതാണ് ഗ്രേറ്റ് ഹാൾ. കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യുന്നത് ഈ മാസീവ് ഡോംസ്, പിന്നെ ഇതേമാതിരി ഈ വലിയ ഷാൻഡ്ലിയർ, അതിൽ ഓൾമോസ്റ്റ് 3.5 lakhs ക്രിസ്റ്റൽസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ജോമെട്രിക് ഡിസൈൻസ് എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു റോയൽ പാലസിൻ്റെ ഫീല് ശരിക്കും വരും. അബുദാബിയിൽ വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഖാസർ അൽ വത്തൻ. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമല്ല, ഇത് UAE ഭരണകൂടത്തിൻ്റെ ഒഫീഷ്യൽ പ്രസിഡൻഷ്യൽ പാലസ് ആണ്. 2019 പൊതുജനങ്ങൾക്കായി തുറന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലൈബ്രറി.
കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി തോന്നും. ഇതിൻ്റെ ഹൈറ്റ് നോക്കിയേ, ഈ ബുക്കുകൾ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആ മുകളിലിരിക്കുന്ന ആ ബുക്കൊക്കെ എടുക്കണമെങ്കിൽ ഈ വലിയ കോണി കയറി എടുക്കേണ്ടി വരും. ഇവിടെ പറയുന്നത് അറൗണ്ട് 50,000-ലധികം ബുക്സ് ഉണ്ടെന്നാണ്. എല്ലാ ടൈപ്പ് ബുക്സും, അതായത് കൾച്ചർ, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ, റിസർച്ച് വർക്ക്സ്, അങ്ങനെ എല്ലാ ടൈപ്പ് ബുക്സും ഇവിടെ ഉണ്ട്. ഇതാണ് ഹൗസ് ഓഫ് നോളേജ്. അറബ് സിവിലൈസേഷൻ ഈ ലോകത്തിന് നൽകിയ ഗിഫ്റ്റുകൾ ഇവിടെ മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ സൺസെറ്റിന്റെ സമയത്ത് ഗോൾഡൻ ഗ്ലോയിൽ നിൽക്കുന്ന ഈ പാലസ് കാണാനായിട്ട് വളരെ നല്ല ഭംഗിയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.